ആ ഒരാള് എന്റെയും പൂവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക്, എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും പൂവന്റെയും കല്യാണ ഫോട്ടോ. എല്ലാവർക്കും നമസ്കാരം. അനുമോളുടെ കല്യാണം കഴിഞ്ഞത് എല്ലാവരും അറിഞ്ഞു. എന്നാൽ കുറെ കഴുപ്പണം കെട്ടവന്മാരും കഴുപ്പണം കെട്ടവളുമാരും ഒക്കെ ഇങ്ങനെ ഈ കുരു പൊട്ടുകയാണ്. പ്രത്യേകിച്ച് ഇവക്ക് നല്ലൊരു പയ്യനെ കിട്ടി, നല്ലൊരു കിടില ലുക്കുള്ള നല്ലൊരു പയ്യനെ കിട്ടി അല്ലേ. ആ ഒരു പയ്യനെ കിട്ടിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുരു പൊട്ടുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളുണ്ട്, അങ്ങനെ തന്നെ പറയാം. എല്ലാവരും അല്ല, കുറേ പേര്. ചിലവളുമാരൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ കയറിയിരുന്നു ഒരുമാതിരി പുച്ഛത്തോടെ നോക്കുകയാണ്. കാരണം അവളുമാർക്കൊന്നും കിട്ടിക്കാണൂല. അവന്മാർ വേറെ അവളുമാരോടൊക്കെ പൊക്കെയാണ്. ആ സെറ്റപ്പാണെന്ന് തോന്നുന്നു. കാരണം അസൂയയുടെ പക്ക അസൂയ. കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ അറിയാം, കുറേ പേര് കമന്റ് ചെയ്യുന്നത് എത്ര ദിവസം കണ്ടറിയാം, ഇനി ഡിവോഴ്സ് എന്ന ഈ ഒരു രീതിയിൽ വളരെ മോശമായ രീതിയിൽ ആണ് കമന്റ് ബോക്സുകളിലൊക്കെ സംസാരിക്കുന്നത്. ഒരാൾക്ക് നല്ലൊരു കാലം വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നല്ലൊരു കാര്യം നടക്കുമ്പോൾ അതിനെ വളരെ മ്ലേച്ഛകരമായിട്ട് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് കമന്റ്സ് ഇടുന്ന കുറേ കമന്റ് അപരാധികൾ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ഇത് തന്നെയാണ്. അപ്പോൾ അനുമോൾ പ്രതികരിച്ചിട്ടുണ്ട്, കേസ് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. കേസ് കൊടുത്ത് അത്രയും നല്ലതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതുപോലത്തെ കാട്ടപരാധികളൊക്കെ പിടിച്ച് അകത്തിടണം. എന്ത് തോന്നിയ ദിവസങ്ങളാണ് കാണിക്കുന്നത്. ഒരാൾക്ക് നല്ലൊരു കാര്യം ജീവിതത്തിൽ സംഭവിച്ച് അതിൻ്റെ വീഡിയോസും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ അതിന് താഴെ മൊത്തം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആട്ടാ പടല നെഗറ്റീവ്. അമ്മാതെ അപരാധം. ഓക്കെ, എന്തുവരെ അസൂയ, അതാണ് മെയിൻ. അസൂയ ഇങ്ങനെ മൂത്തു നല്ല വയ്യന് നല്ല ചെറുക്കനെ കിട്ടി. നമ്മൾ വിചാരിച്ചില്ല ഇവള് നശിച്ചു പോകണമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നടന്നില്ല. അവൾക്ക് നല്ലൊരു ചെറുക്കനൊക്കെ കിട്ടി. അവള് കുറെ കാശ് ഉണ്ടാക്കി ബിഗ് ബോസിൽ പോയിട്ട് ഇപ്പോൾ നല്ലൊരു കല്യാണം കഴിച്ച് മറ്റേ വാഴയൊന്നും കെട്ടാതെ അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അത് റിജക്റ്റും ചെയ്ത് അവള് നല്ലൊരു ചെറുക്കനെയും കിട്ടി, അവള് ജീവിതം തുടങ്ങി എന്നുള്ള മൂഡിലാണ് ഇപ്പോൾ സംസാരങ്ങൾ. ഓക്കെ, വളരെയധികം ചീപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ചീപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ തരം താഴ്ന്ന ലെവലില്. പിന്നെ അസൂയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവളുമാരുടെ ആ ഒരു എഴുത്തും വായനയും ഇരിപ്പും നിപ്പും കാണുമ്പോൾ തന്നെ അറിയാം ഇതിനൊക്കെ അസൂയ മൂത്തും നരച്ചിരിക്കുകയാണെന്ന്. കാരണം നല്ലൊരു ചെറുക്കനൊക്കെ കിട്ടി. ഓക്കെ, അത് പിടിക്കണേ ഇല്ല. അസൂയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാവാലം നോക്കി കൊടുക്കണം ഇതിനൊക്കെ നാട്ടുകാരൻ നാറികള്. ഓക്കെ, ഇനി അനുമോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഒരാള് എന്റെ പൂവന്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെ പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എന്റെയും വേറൊരാളുടെ പിക്ക്, എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും പൂവന്റെയും കല്യാണ ഫോട്ടോ. എന്ത് തന്തയിലായ്മയാണ്. കാരണം ചിലവന്മാരെ ഞാൻ കണ്ട് വേറെ പലരുടെയൊക്കെ ഇതൊക്കെ ഫോട്ടോസും അതും ഇതൊക്കെ വെച്ച് പോസ്റ്റുകൾ ഉണ്ടാക്കി അനുമോളുടെ മറ്റാളെ ചതിച്ചു, ഇവരെ ചതിച്ചു, അവരെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശമായ രീതിയിൽ പല പോസ്റ്റുകളും വീഡിയോസും ക്രിയേറ്റ് ചെയ്ത് വിടുന്ന കുറേ തൊട്ടികളെ ഞാനേ കണ്ടോളൂ. വളരെ മോശമാണ്. കാരണം ഒരാളുടെ ലൈഫിൽ നല്ലൊരു കാര്യം നല്ലൊരു മൊമെന്റ് നടക്കുന്ന സമയത്ത് ആ കുടുംബ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് കുറെ നാറികൾ ശ്രമിക്കുന്നത് കാണാം. ഓക്കെ, അതാണ് ഞാനവിടെ കണ്ടത്. അതാണ് കാരണം വേറെ പല അവരുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റുകളാവട്ടെ അല്ലെങ്കിൽ പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരെയൊക്കെ വെച്ചിട്ട് വളരെ മോശമായ രീതിയിൽ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. കമന്റ് ബോക്സുകളിലും വളരെ മോശമായ രീതിയിൽ കമന്റ്സുകൾ ക്രിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ഒരു പെണ്ണിന്റെ ലൈഫിൽ നല്ലൊരു കാര്യം നടന്നപ്പോൾ എങ്ങനെയെങ്കിലും അതൊന്ന് കുളമാക്കണം, കുളം തോണ്ടണം. അതിന് വേണ്ടിയിട്ട് എന്ത് തന്തയില്ലായ്മ നമ്മൾ കാണിക്കും. ആ ഒരു മൂഡാണ്. ഏത് മൂഡ്? മൂഡ്. സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയെ വെച്ച് ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയം കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത് എന്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമന്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനം ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ രണ്ട്, ഇന്നിപ്പോ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറെ കമന്റ്സുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ എന്നാ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള, അങ്ങനത്തെ തന്തയില്ലാത്ത കമന്റുകൾ അങ്ങനെ തന്നെ പറയണം. അനുമോൾ നീ കട്ടയ്ക്ക് പറ. ഇതുപോലത്തെ കാര്യങ്ങൾക്ക് നല്ല ചൂട്ട മറുപടി കൊടുക്കണം. അതിന്റെ പേരിൽ അയ്യോ അനുമോൾ ചീത്ത വിളിക്കുമല്ലേ എന്നൊന്നാരും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അവനെയും വിളിക്കണം അടുത്ത്.
അതേ ഞാൻ പറയത്തുള്ളൂ. സീരിയസ്ലി ഈ പയ്യൻ നല്ല അടിപൊളി പയ്യൻ, നല്ല ചെറുക്കൻ, അതുകൊണ്ട് തന്നെ നല്ല കുരു പൊട്ടിയ കുറേ എണ്ണം പറയും അവൻ തമിഴായി ഈ ഒരു സെറ്റപ്പിൽ സംസാരിക്കുന്ന കുറേ അപരാധികളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണുമ്പോൾ അരോചകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, വെറും മ്ലേച്ഛകരമായിട്ട്. അമ്മാതിരി അപരാധ കമൻറ്റുകൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ്, കൂടുതൽ ഫേസ്ബുക്കിലാണ്. പിന്നെ കുറേ എണ്ണം വീഡിയോ ചെയ്തിരുന്നു വീഡിയോ ചെയ്തിരുന്ന് അത്ര വിവരദോഷികൾ, എന്തോ അസൂയ ഇന്റൻഷ്യലി ഉള്ളിൽ വെച്ചിട്ട് അവൾക്ക് നല്ലൊരു കാര്യം അവളുടെ ജീവിതത്തിൽ നടന്നപ്പോൾ അതിനൊരു അസൂയ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് കൊണയടിക്കുന്ന പരിപാടി. അത് തന്നെ ഞാൻ പറയും, അമ്മാതിരി തൊട്ടി പരിപാടി. സഹിക്കാൻ പറ്റാത്ത അമ്മമാരുടെ എടാ നിന്റെയൊക്കെ മൈൻഡ് എന്തുവാടേ? ഒരാളുടെ ജീവിതത്തിൽ നല്ല കാര്യം ഉണ്ടാകുമ്പോൾ കൊണയടിക്കുമായിരുന്നു. കുറേ കമന്റ്സിൽ ഞാൻ കണ്ടു, പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്ക് പോവാണ്ട്, ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എന്റെ പേജിൽ നിന്നല്ല, ഞാടെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാര് ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പ് ഉണ്ടാവും. അത് സത്യം 100%. കാരണം സ്വന്തം ജീവിതം നാറി തൊലഞ്ഞ് നാറാണത്തായി പണ്ടാരടങ്ങി താറുമാറായിട്ടിരിക്കും. അപ്പം മറ്റൊരാളുടെ ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്ക് കിട്ടി ചെറുക്കണം, ഞാൻ മൂഞ്ചിരിക്കണം എന്നുള്ള മൈൻഡിൽ അസൂയയും കുശുമ്പും ഈ ഒരു സാധനം ഉള്ളിൽ കയറി ഫ്രസ്ട്രേഷൻ നിറഞ്ഞിട്ട് എന്തെങ്കിലും അവരാതെ പോയി അവിടെ കമന്റ് ഇടും, ഇതിന് എത്ര നാളത്തേക്കോ എന്താ കണ്ടറിയാം, എത്ര സീരിയൽ നടിമാരെ നമ്മൾ കണ്ടിരിക്കണേ, ആ ഒരു മൂഡ് പിടിക്കും. ഓക്കെ, അമ്മാതിരി ലെവലിൽ വെറും തരം താഴ്ന്ന രീതിയിൽ, അതായത് ഉള്ളിൽ അസൂയയും കുശുമ്പോ ഫ്രസ്ട്രേഷനും ആണ് ഈ കമന്റായിട്ട് അവിടെ പോയി എന്തെങ്കിലും ഇട്ട് അവിടെ ഒരു നല്ല വാക്ക് പറയാണ്ട് എന്തെങ്കിലും ഇതുപോലെ ചൊറി പരിപാടി കാണിച്ചു വെച്ച് സമാധാനം കണ്ടെത്തുന്ന സൈക്കോകൾ. അവസ്ഥ സ്വന്തം കുടുംബം എടുത്ത് നോക്കിയാൽ തൊലഞ്ഞ് നാറാണത്താക്കി വെച്ചിട്ടുള്ള അപരാധികൾ. എനിക്ക് പറഞ്ഞിട്ടില്ല, ഇന്ന് ഫേസ്ബുക്കിൽ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ല കൊടുത്തിട്ടുണ്ട്. നന്നായി, ഫേസ്ബുക്കിൽ ഏതോ നാറി കമന്റ് ഇട്ട അവന്റെ പ്രൊഫൈലിന് നമ്പർ ഉണ്ടായിരുന്നു, എടുത്തു വെച്ച് വിളിച്ച് നല്ലത് കൊടുത്തിട്ടുണ്ടെന്ന്. സന്തോഷം. ഇതുപോലെ അണ്ണാക്കി കൊടുക്കണം. മോന്റെ മോന്മാർക്ക് ഏതവനാണ് ഇവനൊക്കെ. അപ്പൊ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. പറയാലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലൈന്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. നല്ലതാ, സ്റ്റേഷനിൽ വേറെ ഒന്നും സംഭവിക്കത്തില്ല, വിളിച്ച് 2 പെടയും കൊടുത്തു വിടണം അവനൊക്കെ. അവരാതി മക്കള് കുറേ എണ്ണുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ നല്ല കാര്യം വന്നു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ചൊറ വർത്താനം പറയാം. അത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് ഈ വിഷയം കൂടുതൽ. അവിടെയാണ് ഇതിന്റെ പീക്ക് ലെവൽ സംഭവങ്ങൾ നടക്കുന്നത്. മനുഷ്യൻ എന്ത് ആടേ, കൂടുതലൊന്നും പറയുന്നില്ല. ഇനി വേറൊരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം, അതായത് ഇവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് പോകുന്ന ഒരു സംഭവം, അതൊന്ന് കൊടുക്കാം. എന്നെ നോക്കിയാ എടുക്കേ, എന്നെ നോക്ക്, എടുത്തോ ചേർത്ത. ജിമ്മി പോണ്ട ചേട്ടാ, ചേട്ടാ കറക്ക് 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 കറക്ക്. എന്റെ പൂവെടുത്തേ, എന്റെ പൂവെടുത്ത് ആദ്യമായിട്ടാണ് പൂവൻ എടുക്കുന്നത്. എല്ലാം പറ്റും. ഓക്കെ, നല്ലൊരു വീഡിയോ അല്ല. പിന്നെ ഇതിന്റെ താഴെ വേറെയാണ് കമന്റ്സ്. അനുമോൾ ഓവർ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ അത് വേറെ രീതിയിൽ. അവൾ ഓവറാവട്ടെ, അവളുടെ ജീവിതം, അവളുടെ ലൈഫ്, അവളുടെ ആ ഒരു സന്തോഷം, ഇവിടെ കല്യാണം ഇല്ലടേ അവളുടെ, അവൾ എൻജോയ് ചെയ്തിട്ടാ. ഇതൊക്കെ കണ്ടിട്ട് എന്തിനാടാ കുരുപൊട്ടുന്നേ? സത്യം പറയല്ലേ, ഈ ഫേസ്ബുക്കിൽ എവിടെ നിന്ന് വംശനാശം സംഭവിച്ചതൊക്കെയാണോ എന്താ വന്ന് കിടക്കുന്നത്. എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരും അല്ല. നല്ല കമന്റ്സ്, നല്ല രീതിയിലെ പ്രതികരണങ്ങളൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ വംശനാശം സംഭവിച്ച കുറേ അപരാധങ്ങൾ അവിടെ കിടന്ന് മെഴുകും. എന്തെങ്കിലുമൊക്കെ കൂത്തിക്കൊണ പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടൂലേ ഒറ്റക്ക്.
എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞത്. ഇതിനൊക്കെ വംശനാശം സംഭവിച്ച് പണ്ട് ഡിനോസർ പോയതോലെല്ലാം പോയിരുന്നെങ്കിൽ അത്രയും നല്ല കാര്യമായിരുന്നു. കാരണം അത്രയ്ക്ക് മ്ലാച്ഛകരമായിട്ടുള്ള കാര്യങ്ങളാണ് പടച്ചു വിടുന്നത്. ഒരാളുടെ ലൈഫിനെ വെച്ച് കാണാ ഇതെടുത്തു പൊക്കിയപ്പോൾ അത് വിഷയം, അതിൽ കയറി പിടിച്ച് അത് ഇത് അനുമോളെ സംസാരം എന്തോന്നോ അത് ഇത് അവൻ മിണ്ടാതെ നിൽക്കുന്നു. അവൻ മിണ്ടായിക്കണേ അവനെ തോന്നുമ്പോൾ മിണ്ട്. ആരാ നീയൊക്കെ ചോദിക്കാൻ? അങ്ങനെ കുറേ എണ്ണം. അവള് ഭയങ്കര പ്രകസനം. അനുമോൾ അല്ലെങ്കിൽ ഓൾറെഡി ഇങ്ങനെയൊക്കെ ആണ്. അവള് എല്ലാവരുടെ അടുത്തും നല്ല ഓപ്പൺ മൈൻഡായിട്ട് സംസാരിക്കും. ഞാനും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിക്കും. പിന്നെ ഒരു ഇൻട്രോട്ടൊന്നുമില്ല, അവളൊരു എക്സ്ട്രോട്ടാണ്. അവൾ ഏത് സാഹചര്യത്തിലും വളരെ ഹാപ്പിയായിട്ട് ചില്ലായിട്ട് വളരെ സ്നേഹമായിട്ട് എല്ലാവരും ഹാൻഡിൽ ചെയ്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഓക്കെ, അത് അവളുടെ ഒരു ക്വാളിറ്റിയാണ്. ഞാൻ ഇങ്ങനെയൊന്നും എൻ്റെ ജീവിതത്തിൽ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും ഒരു ക്വാളിറ്റി ഞാൻ കണ്ടതുകൊണ്ടാണ്. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന പോലെ കുറേ കോപ്പുകൾ വന്ന് കിടന്നിട്ട് കുണസാന്ന് വല്ലതും കിടന്നൊക്കെ പറയും. എനിക്ക് കൂടുതലൊന്നും പറയാനുമില്ല ഈ കുണസാന്ന് പറയുന്ന ടീമുകളോട്. അവള് സംസാരിച്ച പ്രശ്നം ഇനി വാടച്ച് മിണ്ടാതെന്നാ പറയും. അവളെ അണ്ണാക്കി പിരിവെട്ടിക്കണം. അവൾ എന്ത് മിണ്ടാത്തേന്ന്? അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അവൾ മിണ്ടല്ലെന്ന് പറയാം. ഇതാണ് ഈ സമൂഹമേ ഗദാ കുദാ ഹേ ഹേ ഹേ. ഇതാണ് അവസ്ഥ. വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇനി ഇവരുടെ വീട്ടിലെ അതായത് ഭുവന്റെ വീട്ടിലോട്ട് അനുമോള് പോകുന്ന ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. വളരെ ഹാപ്പി ആയിട്ട് പുതിയൊരു ജീവിതത്തിന് തുടക്കം വെച്ച് വലത് കാലം എടുത്ത് വെച്ച് വീട്ടിലേക്ക് കയറുകയാണ് അനുമോൾ അല്ലേ. അപ്പം അങ്ങനെ ഒരു നല്ലൊരു മൊമെൻറ്റിലോട്ട് ചുവടുപടി എടുത്ത് വെച്ച് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇത് കണ്ട് കുരുപൊട്ടി ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാട്ടവരാധങ്ങൾ പടച്ചു വിടുന്ന കുറെ വരാധികൾ വിരലെണ്ണാവുന്നതേ പ്രത്യേകിച്ച് ഫേസ്ബുക്കാണ് പ്രശ്നം. ഇതെന്താണ് ഈ ഫ്രസ്ട്രേഷൻ നിറഞ്ഞതും ഈ വിവരമില്ലാത്തതും എല്ലാം അവിടെ മാത്രം ചക്കായെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പം യൂത്തിൻ്റെ വേട്ടയാണ്, എന്നാൽ യൂട്യൂബ് എടുക്കുമ്പോൾ അല്ലാതെ നോർമൽ ആൾക്കാർ നല്ലത് കണ്ടാൽ നല്ലതെന്നും ചീത്ത കണ്ടാൽ ചീത്തയെന്നും പറയും. എന്നാൽ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ ഭൂരിപക്ഷം ഒരുപാട് ആൾക്കാർ മാന്യമായിട്ട് നല്ലത് കണ്ടാൽ നല്ലതെന്ന് ചീത്ത കണ്ടാൽ ചീത്തയെന്നും പറയുന്നവരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം എന്ത് നല്ലത് കണ്ടാലും എന്ത് ചീത്ത കണ്ടു കഴിഞ്ഞാലും തള്ളക്കി വിളിക്കുന്ന ടീംസ് ഉണ്ട്. ഓക്കെ, ഇനി കാട്ടപരാധങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ അതിനെ ചിലപ്പോൾ സപ്പോർട്ടും ചെയ്യും. അങ്ങനത്തെ കുറേ ടീംസ് ഈ ഫേസ്ബുക്കിലുണ്ട്. അത് ഏത് തരം സൈക്കോസസ് ആണെന്ന് എനിക്കറിയത്തില്ല. എന്തോ ഒരു ഫ്രസ്ട്രേഷൻ നിറഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിടം എത്തിപ്പറ്റാൻ പെടാതെ ഒന്നും ആവാണ്ട് ഇങ്ങനെ വീർപ്പ് മുട്ടി മറ്റുള്ളവരുടെ നല്ല നല്ല കാര്യങ്ങളും സന്തോഷങ്ങളും കണ്ട് ചൊറി പിടിച്ച് മാനസികമായിട്ട് എന്തോ മാനസിക രോഗം വന്നിരിക്കുന്ന കുറെ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കാട്ടുകഴിവേറെ സൈക്കോകളുണ്ട്. യവമാർക്കാണ് ഈ കടി. യുവമാരാണ് ഇമാതിരി കമൻറ്റുകൾ ഇടുന്നത്. ഇവർക്ക് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഇനി ഒരു പഠനം നടത്താൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഇത്രയും അപരാധികളാണ്? അത് വേറൊരു യൂണിവേഴ്സാണ്. അത് നമ്മൾ നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കഴിഞ്ഞാൽ മുഞ്ചത്തുള്ളൂ. അത് വേറെ യൂണിവേഴ്സാണ് സത്യം. நீங்களும் அழகா இருக்கம்மா. தமிழ் 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 தானே. தமிழ் ரொம்ப ரொம்ப தெரியும். தமிழ்ல எவ்வளவு படம் பார்த்துருக்கே. ഞാൻ വിചാരിച്ചു നിലവിളക്ക് കൊണ്ട് താഴെ വന്നിക്കോളൂ. അങ്ങനെ വന്നു അവിടെ വെച്ചിലേക്ക് ചടങ്ങ്. അപ്പൊ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ചടങ്ങ് വേറെ രീതിയായിരിക്കും. എനിക്കും അറിയത്തില്ല, വലിയ പിടിയൊന്നുമില്ല. നിലവിളക്ക് താഴെ നിന്ന് സാധാരണ നമ്മുടെ ഇവിടെ കേരളത്തിലെ നിലവിളക്ക് വന്ന് കയറുന്ന സമയത്ത് കയ്യിൽ കൊടുക്കും അല്ലേ, അങ്ങനെയല്ലേ? അങ്ങനെ കൊടുത്ത് അങ്ങനെ നിലവിളക്ക് പിടിച്ചു പോകും. ക്രിസ്ത്യൻസ് ആണെങ്കിൽ മെഴുകുതിരി എന്തോ പിടിച്ചു, ബൈബിള് മെഴുകുതിരിയൊക്കെ പിടിച്ച് കയറുന്നു. അങ്ങനെ എന്തോ ആണെന്നോ എനിക്ക് വലിയ ചടങ്ങുകളൊന്നും വലിയ പിടിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ രീതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ഇനി അടുത്ത് എവിടെ റൂമിലെങ്ങാണ്ട് കയറുമ്പോഴാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി. എന്തായാലും കാണാം.
പറയുമ്പോൾ നമ്മളിത് കണ്ടല്ലോ, ഇതെല്ലാം ഇപ്പോൾ കണ്ടത്, ഇനി ഇതിൽ കാണാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. അവളുടെ ലൈഫ് അടിപൊളിയായിട്ട് അവൾ ചില്ലായിട്ട് വൈബായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ ഇത് കണ്ട് അസൂയയും കുശുമ്പം നിറഞ്ഞ് ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കുറേ കഴിവേറികൾ കിടന്ന് മെഴുകുകയാണ്. സീരിയസ്ലി അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അതിൻ്റെ അപ്പുറം എനിക്കിവിടെ ഒരു തേങ്ങയും കാണാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ ഫ്രസ്ട്രേഷൻ നിറയും മറ്റൊരാളുടെ ജീവിതത്തിൽ നല്ലത് നടക്കുമ്പോൾ ചൊറ പിടിക്കുന്ന ടീംസുകൾ. പിന്നെ മറ്റേ പഴയ ആർമികൾ ഇറങ്ങിയിട്ടുണ്ട്, അതെ ബിഗ് ബോസിലെ ആർമികൾ. നമ്മുടെ ഏട്ടനെ പറ്റിച്ച് ആ ഒരു ഇത് തേപ്പുകാരി ഈ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വിടാൻ ശ്രമിക്കുന്നുണ്ട്, നല്ലോണം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വേറെ കുറേ അപരാധികൾ ആ ട്രാക്ക് പിടിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ ഇവളെ എങ്ങനെ നെഗറ്റീവ് ആക്കാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, മനസ്സിലായോ? ഇവളുടെ ജീവിതം എന്തെങ്കിലും നെഗറ്റീവായെന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കുറേ കഴിവുകൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഓക്കെ, എന്തായാലും എല്ലാവിധ ആശംസകളും. കണ്ണീർ നല്ലോണം ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അനുമോക്ക് നല്ലൊരു ചെറുക്കനെ കിട്ടിയതിൻ്റെ നല്ല അസൂയ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കണ്ണേറും ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമായിരിക്കും, പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും, ചെയ്യാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർക്ക് തന്നെ അറിയാം നല്ല കണ്ണേറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നല്ല കണ്ണേറുണ്ട്, നല്ല അസൂയുണ്ട്, നല്ല കുശുമ്പുണ്ട്, എല്ലാം ഈ ഒരു ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കണ്ണേർ കൊണ്ടും അസൂയയും ഫ്രസ്ട്രേഷനും ഒക്കെ കൊണ്ട് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വിഷയമാണ്. പിന്നെ ഈ കണ്ണേറെന്ന് പറയുന്ന സാധനം എനിക്ക് വിശ്വാസമുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഭയങ്കര വിഷയമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്തില്ലെങ്കിൽ നശിച്ച് നാറാണത്താവും. അതിപ്പോൾ ഈ കല്യാണ കേസ് മാത്രമല്ല, ഏതൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ ലൈഫിൽ കണ്ണേറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, അവർ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ, പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ അറിയാം. എന്തായാലും അനുമോളുടെ ചാനലിൽ തന്നെ അനുമോൾ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, അത്യാവശ്യം അതിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ പറയാം. പിന്നെ ഇനി കമൻ്റ് ഇട്ട് മെഴുകുന്ന അപരാധികൾക്ക്, അതായത് നെഗറ്റീവ് കമൻ്റ് ഇട്ട് വല്ലാതെ വായി തോന്നിയത് വിളിച്ച് പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കുമെന്നും അതിൻ്റെ പിന്നാലെ പരാതി കൊടുക്കുമെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. പിന്നെ കേസ് കൊടുത്തൊന്നും ആകാൻ പോകുന്നില്ല, പക്ഷേ വിളിച്ച് 2 പെടയെങ്കിലും കൊടുത്തു വിടണം. പിന്നെ ഇതെല്ലാവരും തൂക്കാനും പറ്റില്ല, കാരണം ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ കുറേ അപരാധികളുടെ ഒരു കൂട്ടായ്മ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ മറ്റേ റാൻഡമായിട്ട് എന്തെങ്കിലും പിക്ക് ചെയ്തിട്ട് അടിച്ച് അണ്ണാക്കി കൊടുത്ത് വിടാം, അത് ചെയ്യാം. ആ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അതും ഒറിജിനൽ പ്രൊഫൈലിലെന്നൊക്കെയാണ് വന്ന് ഇമാതിരി അപരാധങ്ങൾ കമൻ്റ് ഇടുന്നത്. പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കും ചില അണ്ണന്മാർ. എന്നിട്ട് പേര് ദിലീപ്, ഭൂപൻ, അങ്ങനെ പിന്നെ അങ്ങനത്തെ ഒരു പേരൊക്കെ ഞാൻ കണ്ടു. പിന്നെ വേറെ രമേഷ്, ഇങ്ങനത്തെ 1-2 അക്കൗണ്ടുകളൊക്കെ എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു. കാരണം അപരാധങ്ങൾ മാത്രം കമൻ്റ് അടിച്ചു വിടുന്ന കുറച്ച് അക്കൗണ്ടുകൾ, അങ്ങനെ കുറേ അപരാധികൾ, അത് തന്നെ പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് സന്തോഷമുണ്ട്. കാരണം ബിഗ് ബോസിലൊന്നും അവിടെ നിന്ന് ഇവിടെ നിന്നും എല്ലാം ആട്ടും തുപ്പും എല്ലാം കേട്ട് അവസാനം അവിടെ കപ്പടിച്ച് എന്നിട്ട് ഇനി നിന്റെ ജീവിതം നശിക്കുവടി, നിനക്കിനി ചെറുക്കനെ കിട്ടൂലടി എന്നൊക്കെ പറഞ്ഞവരുടെ മുന്നിൽ അവൾ നല്ല അടിപൊളി കിടുക്കൻ ചെറുക്കനെയും കെട്ടി അടിപൊളിയായിട്ട് അവളിപ്പോൾ ജീവിതം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ല പോലെ കാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ്, പുതിയ വീഡിയോ ഇട്ടണം. ബൈ.